കൽപ്പാത്തിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് മലമ്പുഴയിലേക്കാണ്. രാവിലെ 9 മുതൽ രാത്രി 8 വരെയാണ് പ്രവേശന സമയം. അങ്ങനെ ഞങ്ങൾ ഗാർഡനിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 25 ഫീ. ഞങ്ങൾ അകത്തേക്ക് കയറി. അത്യാവശ്യം നല്ല വെയിലുണ്ട്, പക്ഷേ കാഴ്ചകൾ നിങ്ങളെ കുളിരണിയിക്കും തീർച്ചയായും. ഏകദേശം 18 കിലോമീറ്ററാണ് കൽപ്പാത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ളത്. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനായ ഒലവക്കോട് നിന്നും വെറും 9 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അപ്പൊ നിങ്ങൾ മലമ്പുഴ ഒരു പിക്നിക് സ്പോട്ടായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപാട് കാഴ്ചകളാണ്. മലമ്പുഴ ഗാർഡൻ, ഫാന്റസി പാർക്ക്, സ്നേക്ക് പാർക്ക്, അക്വേറിയം തുടങ്ങി എണ്ണിയാൽ തീരാത്ത കാഴ്ചകളുടെ ലോകമാണ് ഇവിടെ. ഈ ഉദ്യാനം പണിതീർത്തത് പൂർണ്ണമായും പാഴ്വസ്തുക്കൾ കൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അതെ, സൗത്ത് ഇന്ത്യയിലെ ഒരേ ഒരു റോക്ക് കട്ട് ഗാർഡൻ ആണ് മലമ്പുഴ ഗാർഡൻ. ശ്രീമാൻ നെക്ചർ, ഈ പേര് അധികമാർക്കും അത്ര പരിചിതമല്ലായിരിക്കും. ചണ്ഡീഗറിലെ 18 ഏക്കർ നീണ്ടു കിടക്കുന്ന തരിശുഭൂമി വെറും പാഴ്വസ്തുക്കൾ കൊണ്ട് ലോകത്തിന് മുന്നിലേക്ക് ഒരു ഉദ്യാനം തീർത്താണ് അദ്ദേഹം തന്റെ വരവറിയിച്ചത്. വെറും വളപ്പൊട്ടുകളും പാറക്കഷ്ണങ്ങളും കാലിക്കുപ്പികളും ഇലക്ട്രിക് വേസ്റ്റുകളും കൊണ്ട് അദ്ദേഹം പണി തീർത്തതാണ് ഈ മലമ്പുഴ ഉദ്യാനം. 1985 ഭാരതം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തു. 1969 ശ്രീമാൻ കാനായി കുഞ്ഞിരാമന്റെ കരവിരുതിൽ തീർത്ത ദ മാസീവ് ഫീമെയിൽ വാമ്പയർ, ഉടുതുണിയില്ലാത്ത മലമ്പുഴ യക്ഷി ഇന്നും മലമ്പുഴയുടെ പ്രതീകമാണ്. കൂടാതെ ഉദ്യാനം ചുറ്റിക്കാണാൻ ബോട്ട് സർവീസും ഇവിടെ ഉണ്ട്. 15 മിനിറ്റ് മോട്ടോർ ബോട്ട് 6 പേർക്ക് 450 രൂപയും പെഡൽ ബോട്ട് 2 പേർക്ക് 150 രൂപയുമാണ് ചാർജ്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകൾ കണ്ട് തൂക്കുപാലത്തിലൂടെ മലമ്പുഴ ഉദ്യാനത്തിന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ നിന്നിറങ്ങി ഞങ്ങൾ നേരെ പോയത് സ്നേക്ക് പാർക്കിലേക്കാണ്. ഉദ്യാനത്തിന്റെ പുറത്ത് തന്നെ വലതുവശം ചേർന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള സ്നേക്ക് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. സന്ദർശന സമയം രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയെന്ന് പുറത്ത് മതിലിൽ തന്നെയുണ്ട്. ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാൻ പോയി. മുതിർന്നവർക്ക് 25ഉം കുട്ടികൾക്ക് 15ഉമാണ് ടിക്കറ്റ് റേറ്റ്. തിങ്കളാഴ്ചകളിൽ സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കും. ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് നടന്നാൽ പാമ്പുകളെ കുറിച്ച് അറിയാൻ പാകത്തിൽ ഒരു ചെറു വിവരണം അവിടെയുണ്ട്. പാമ്പുകളെ കുറിച്ചുള്ള പഠനശാസ്ത്രത്തിന്റെ പേരാണ് ഓഫിയോളജി. ലോകത്ത് ഏകദേശം 2000-ൽ പരം പാമ്പുകളുണ്ടെന്നും നമ്മുടെ ഇന്ത്യയിൽ വെറും 200ഓളം ഇനങ്ങൾ മാത്രമാണ് കാണപ്പെടുന്നതെന്നാണ് അതിൽ അറിയാൻ കഴിഞ്ഞത്. ഒട്ടുമിക്ക പാമ്പുകളുടെയും ഭക്ഷണം എലികളും തവളകളുമാണ്. എന്നാൽ രാജവമ്പാലയും വെള്ളിക്കെട്ടനും പാമ്പുകളെ ആണ് ഭക്ഷണമാകുന്നത്. വിഷപ്പാമ്പുകളിൽ അണലി വർഗത്തിൽപ്പെട്ട എല്ലാ പാമ്പുകളും പ്രസവിക്കും. വിഷമില്ലാത്തവയിൽ പച്ചോലപ്പാമ്പ്, മണ്ണൂലിപ്പാമ്പ്, ഇരുതലയൻ പാമ്പ്, ആറ്റുവാഴിപ്പാമ്പ്, മലമ്പാമ്പ് എന്നിവയും പ്രസവിക്കുന്നു. ബാക്കി എല്ലാ പാമ്പുകളും മുട്ടയിടാനാണ് പതിവ്. ഇനി നമുക്ക് ഓരോ പാമ്പുകളെയും കണ്ടറിഞ്ഞു തന്നെ മനസ്സിലാക്കാം. വിഷമില്ലാത്ത ചേര, വില്ലൂന്നി, പച്ചോലപ്പാമ്പ്, വെള്ളിവരയൻ, ദേശാംപാമ്പ്, ആറ്റുവാഴിപ്പാമ്പ്,
കാട്ടുപാമ്പ് എന്നിവയ്ക്ക് ശേഷമാണ് നമ്മുടെ വിഷപ്പാമ്പുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ പല പാവത്താൻ വിഷമില്ലാത്ത പാമ്പുകളും ഈ വിഷപ്പാമ്പുകളോടുള്ള സാമ്യം കാരണം അകാല മൃത്യു വരിക്കാറുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വെള്ളി വരേന് വെള്ളിക്കെട്ടൻ പാമ്പിനോടുള്ള സാദൃശ്യം, ചേരയ്ക്ക് മൂർഖനോടുള്ള സാദൃശ്യം, അണലിക്ക് മലമ്പാമ്പിനോടുള്ള സാദൃശ്യം. ശരിക്കും നമ്മൾ അറിവ് നേടിയാൽ പല ജീവനുകളും നമുക്ക് രക്ഷിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇത്. ഞങ്ങൾ മുന്നോട്ട് നടന്നു. അവിടെ ചേരകളുടെ സംസ്ഥാന സമ്മേളനമാണ് തോന്നുന്നത്. ഒരുപാട് ചേരകൾ ഒരുമിച്ച് കിടക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. പാമ്പുകൾക്ക് പുറമെ ഉരകവർഗത്തിൽപ്പെട്ട മുതലകളും ആമകളെയും ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഏറ്റവും അവസാനം
രാജകീയമായി AC റൂമിൽ പ്രത്യേക സുരക്ഷയോടെ വിശ്രമിക്കുന്ന സാക്ഷാൽ രാജവെമ്പാലയും കണ്ട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി.